മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ നടപടികൾക്ക് SFIOയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. കമ്പനി കാര്യ മന്ത്രാലയമാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത് SFIOയുടെ തീരുമാനം വന്നിരിക്കുന്നു. പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ വിജയൻ പ്രതിയാകുന്നു. വിചാരണ നേരിടണം. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽ 2.7 കോടി രൂപയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസാണ് വന്നിരിക്കുന്നത്. വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടുള്ള SFIOയുടെ കുറ്റപത്രം വന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയുടെ വിശദാംശങ്ങളുമായി. പ്രോസിക്യൂഷൻ നടപടികൾക്ക് സലീം അനുമതി ലഭിച്ചിരിക്കുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയമായി തന്നെ ഏറെ വിവാദം, ഏറെ കോളിളക്കം ഉണ്ടായിരുന്ന വിഷയമാണ് മാസപ്പടി കേസ്. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റി എന്നുള്ള വലിയ ആരോപണം നേരിട്ടതാണ്. അത് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഏറെ കാലം വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടതാണ്. അതിനുശേഷമാണ് SFIO കേസ് ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ആ നിലയിൽ SFIO ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഒരു അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അന്ന് തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവത്തിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. പ്രോസിക്യൂഷന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. വീണ വിജയനും ഒപ്പം തന്നെ ശശിധരൻ കർത്തയും വിചാരണ നേരിടണം എന്നുള്ളതാണ് SFI ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലൂടെ പറയുകയും ചെയ്യുന്നത്. ഗുരുതര വകുപ്പുകളാണ് ആ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന വകുപ്പുകളാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അത് ഏതെങ്കിലും സേവനത്തിനുള്ള ആനുകൂല്യമല്ല, അത് മാസപ്പടി തന്നെയാണ് എന്നുള്ളതാണ് SFIOയുടെയും കണ്ടെത്തൽ. ആദ്യഘട്ടത്തിലൊക്കെ വിഷയം വിവാദമായി വന്നപ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് പറഞ്ഞത്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞത് സേവനത്തിനുള്ള പ്രതിഫലവും കൂലിയും മാത്രമാണ്, അതല്ലാതെ ഏതെങ്കിലും നിലയിലുള്ള ഒരു മാസപ്പടി കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല, അതൊരു മാസപ്പടി തന്നെയാണ് എന്നുള്ളതാണ് SFIO ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത്. സേവനമില്ലാതെയാണ് വീണ വിജയനും ഒപ്പം എക്സാലോജിക്കും പണം കൈപ്പറ്റിയത് എന്ന് പറയുന്നു. മാത്രമല്ല അനധികൃതമായി ഈ നിലയിൽ 2.70 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതോടുകൂടി തന്നെ വീണ്ടും മാസപ്പടി വിവാദം ഉറപ്പായും രാഷ്ട്രീയ കേരളത്തിലെ കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയായി മാറും. ഏറെക്കാലത്തെ വിവാദങ്ങൾക്ക് ശേഷം, പ്രശ്നങ്ങൾക്ക് ശേഷം, രാഷ്ട്രീയമായ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് തൽക്കാലമെങ്കിലും ആ മാസപ്പടി വിവാദം ഈ നിലയിൽ ഒരു വലിയ ചർച്ചയാകാതെ ഇരുന്നത്. അതിന് പിന്നാലെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് ആ കേസ് പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ SFIO ആ വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വീണയ്ക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകുകയും ചെയ്തതോടുകൂടി വീണ്ടും സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദമായി മാസപ്പടി കേസ് വളരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.